എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ മക്കളുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവിടുന്ന് അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 14-ാം അധ്യായമാണ്. ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇസ്രായേലിൽ സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുന്നതിനുള്ള വിപുലമായ ആചാരത്തെക്കുറിച്ചാണ്. കൂടാതെ വീടുകളിൽ ബാധിക്കുന്ന കുഷ്ഠത്തെക്കുറിച്ചും അതിനുള്ള പരിഹാരവും നിർദ്ദേശിക്കുന്നു എന്നത് ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതെല്ലാം തന്നെ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെ ബാധകമായിരിക്കുന്നു എന്ന് അവസാനം നമ്മൾ പഠിക്കുന്നതാണ്. ലേവ്യ പുസ്തകം 1 മുതൽ 32 വരെയുള്ള 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിൽ കുഷ്ഠരോഗി ശുദ്ധീകരിക്കപ്പെടുന്നതിനുള്ള നിയമങ്ങളാണ് നമ്മൾ കാണുന്നത്. ശുദ്ധീകരണ ചടങ്ങ്. അതിനുവേണ്ടി ജീവനുള്ളതും ശുദ്ധിയുള്ളതുമായ 2 പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവു വെള്ളത്തിന്മീതെ അറുപ്പാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഉറവു വെള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിയുവാനുള്ളവൻ്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ഇനി നമ്മൾ കാണുന്നത് വ്യക്തിഗത ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം കഴിയുന്നവൻ വസ്ത്രമലക്കി രോമമൊക്കെയും ക്ഷൗരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. അതിൻ്റെ ശേഷം അവൻ പാളയത്തിൽ ചെന്ന് തൻ്റെ കൂടാരത്തിന് പുറമെ 7 ദിവസം പാർക്കണം. 7-ാം ദിവസം അവൻ തലയും താടിയും പുരികവും എല്ലാം വെടിപ്പാക്കണം. ഇങ്ങനെ അവൻ സകല രോമവും ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മലക്കുകയും ദേഹം വെള്ളത്തിൽ കഴുകുകയും വേണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. 2. ബലികളിലൂടെയുള്ള ശുദ്ധീകരണം. 8-ാം ദിവസം അവൻ ഊനമില്ലാത്ത 2 ആൺകുഞ്ഞാടിനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു പെൺകുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത് 3 ഇടങ്ങഴി നേരിയ മാവും 1 കുറ്റി എണ്ണയും കൊണ്ടുവരണം. ശുദ്ധീകരണം കഴിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവനെ അവയുമായി യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിർത്തണം. പുരോഹിതൻ ആൺകുഞ്ഞാടുകളിൽ ഒന്നിനെയും എണ്ണയും എടുത്ത് അകൃത്യയാഗമായി അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പാപയാഗത്തെയും ഹോമയാഗത്തെയും അറുക്കുന്ന ഇടത്ത് വെച്ച് കുഞ്ഞാടിനെ അറുക്കണം. അകൃത്യയാഗം പാപയാഗം പോലെ പുരോഹിതനുള്ളതാകുന്നു. അത് അതിവിശുദ്ധം. പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ രക്തം കുറേ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലതുകാതിന്മേലും വലതു കൈയുടെ പെരുവിരലിന്മേലും വലതുകാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടണം. പിന്നെ പുരോഹിതൻ ആ എണ്ണ കുറേ തൻ്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടം കൈയിലുള്ള എണ്ണയിൽ വലം കൈയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് 7 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ തളിക്കണം. ഉള്ളം കൈയിൽ ശേഷിച്ച എണ്ണ കുറേ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത്തുകാതിന്മേലും വലതു കൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിൻ്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിൻ്റെ രക്തത്തിന്മീതെ പുരട്ടണം. പുരോഹിതൻ്റെ ഉള്ളം കൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ തലയിലൊഴിച്ച് യഹോവയുടെ സന്നിധിയിൽ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. ഇനി ദരിദ്രർക്കുള്ള ശുദ്ധീകരണ സൗകര്യം. അവൻ ദരിദ്രനും അത്രയ്ക്ക് വകയില്ലാത്തവനുമാകുന്നുവെങ്കിൽ തനിക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നീരാജനത്തിനായി അകൃത്യയാഗമായിട്ടൊരു കുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത 1 ഇടങ്ങഴി നേരിയ മാവും 1 കുറ്റി എണ്ണയും പ്രാപ്തി പോലെ 2 കുറുപ്രാവിനെയും 2 പ്രാവിൻ കുഞ്ഞിനെയും ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും എടുത്ത് തൻ്റെ ശുദ്ധീകരണത്തിനായി 8-ാം ദിവസം സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. 35 മുതൽ 57 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് വീടിന് കുഷ്ഠം ബാധിച്ചാൽ അതിനെക്കുറിച്ചുള്ള ശുദ്ധീകരണ നിയമങ്ങളെ സംബന്ധിച്ചാണ്. യഹോവ പിന്നെയും മോശയോടും അഹ്റോനോടും അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശ ദേശത്ത് ഒരു വീട്ടിൽ കുഷ്ഠബാധ വരുത്തുമ്പോൾ വീട്ടുടമസ്ഥൻ വന്ന് കുഷ്ഠലക്ഷണമുള്ള പ്രകാരം എനിക്ക് തോന്നുന്നു എന്ന് പുരോഹിതനെ അറിയിക്കണം. അപ്പോൾ വീട്ടിലുള്ള സകലവും അശുദ്ധമാകാതിരിപ്പാൻ പുരോഹിതൻ വടു നോക്കേണ്ടതിന് ചെല്ലും മുമ്പേ വീട് ഒഴിച്ചിടുവാൻ കൽപ്പിക്കണം. പിന്നെ പുരോഹിതൻ വീട് നോക്കുവാൻ അകത്ത് ചെല്ലണം. അവൻ വടു നോക്കണം. വീടിൻ്റെ ചുവരിൽ ഇളം പച്ചയും ഇളം ചുവപ്പുമായ കുത്തുകൾ ഉണ്ടായിട്ട് അവ കാഴ്ചയ്ക്ക് ചുവരിനേക്കാൾ കുഴിഞ്ഞതായി കണ്ടാൽ പുരോഹിതൻ വീട് വിട്ട് വാതിൽക്കൽ വന്ന് വീട് 7 ദിവസത്തേക്ക് അടച്ചിടണം. 7-ാം ദിവസം പുരോഹിതൻ വീണ്ടും ചെന്ന് നോക്കണം.
വടു വീടിൻ്റെ ചുവരിൽ പരന്നിട്ടുണ്ടെങ്കിൽ വടുവുള്ള കല്ല് നീക്കി പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്തിടുവാൻ പുരോഹിതൻ കൽപ്പിക്കണം. വീടിൻ്റെ അകമൊക്കെയും ചുരണ്ടിക്കണം. ചുരണ്ടിയ മണ്ണ് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കളയണം. പിന്നെ വേറെ കല്ലെടുത്ത് ആ കല്ലിന്മേൽ പകരം വെക്കണം. വേറെ കുമ്മായം വീട്ടിനും തേക്കുകയും വേണം. രോഗം പ്രകടമായാൽ വടു വീട്ടിൽ പരന്നിരുന്നാൽ അതിനെ വീടിനെ തിന്നെടുക്കുന്ന കുഷ്ഠം തന്നെ, അത് അശുദ്ധമാകുന്നു. വീട്ടിൻ്റെ കല്ലും മരവും കുമ്മായവും ഇടിച്ചു പൊളിച്ചു പട്ടണത്തിന് പുറത്തൊരു അശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. വീട് അടച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും അതിനകത്ത് കടക്കുന്നവൻ സന്ധ്യ വരെ അശുദ്ധിയുള്ളവനായിരിക്കണം. വീട്ടിൽ കിടക്കുന്നവൻ വസ്ത്രമലക്കണം. ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നവനും വസ്ത്രമലക്കണം. വീട്ടിന് കുമ്മായം തേച്ച ശേഷം പുരോഹിതൻ അകത്ത് ചെന്ന് നോക്കി വീട്ടിൽ വടു പരന്നിട്ടില്ല എന്ന് കണ്ടാൽ വടു മാറിപ്പോയതുകൊണ്ട് പുരോഹിതൻ ആ വീട് ശുദ്ധിയുള്ളത് എന്ന് വിധിക്കണം. വീട് ശുദ്ധമായാൽ ശുദ്ധീകരിക്കേണ്ടതിന് 2 പക്ഷി, ദേവദാര്, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ എടുത്ത് ഒരു പക്ഷിയെ മൺപാത്രത്തിലുള്ള ഉറവ് വെള്ളത്തിന്മീതെ അറുക്കണം. പിന്നെ ദേവദാര്, ഈസോപ്പ്, ചുവപ്പുനൂൽ, ജീവനുള്ള പക്ഷി എന്നിവയെ എടുത്ത് അറുത്ത പക്ഷിയുടെ രക്തത്തിലും ഉറവ് വെള്ളത്തിലും മുക്കി വീട്ടിന്മേൽ 7 പ്രാവശ്യം തളിക്കണം. പക്ഷിയുടെ രക്തം, ഉറവ് വെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ എന്നിവയെ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് വെളിയിൽ വിടണം. അങ്ങനെ വീട്ടിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് ശുദ്ധമാകും. ഇത് സകല കുഷ്ഠത്തിനും വടുവിനും പുറ്റിനും വസ്ത്രത്തിൻ്റെയും വീട്ടിൻ്റെയും കുഷ്ഠത്തിനും തിണർപ്പിനും ചുണുങ്ങിനും ചിരങ്ങിനും വെളുത്ത പുള്ളിക്കും ഉള്ള പ്രമാണം. എപ്പോൾ അശുദ്ധമെന്നും ശുദ്ധമെന്നും അറിയേണ്ടതിന് ഇത് കുഷ്ഠത്തെക്കുറിച്ചുള്ള പ്രമാണം. ഇനി ചോദ്യം വരുന്നത്, ഇത് ക്രിസ്ത്യാനികൾക്ക് അല്ല, എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് എങ്ങനെ ബാധകമായിരിക്കുന്നു എന്ന് നോക്കാം. ഇവിടെ ഒരു ചോദ്യം വരാം, ക്രിസ്ത്യാനികളും ക്രിസ്തീയ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ക്രിസ്ത്യാനി എന്നത് പേരിൽ മാത്രമുള്ള വ്യക്തി, അതായത് ആ വ്യക്തിയുടെ പേരിൽ മാത്രമാണ് ക്രിസ്ത്യാനിത്വമുള്ളത്. വിശ്വാസമുണ്ടാവില്ല. അവർ സാമൂഹിക ചിന്തകളിൽ, തത്വശാസ്ത്രങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അവർ ക്രിസ്തുവിനെ അല്ല വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസി ഹൃദയത്തിൽ ക്രിസ്തുവിനെ പേറുകയും അവൻ്റെ വാക്കുകളെയും കൽപ്പനകളെയും അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനായിരിക്കും ക്രിസ്തീയ വിശ്വാസി. ഇപ്പോൾ മനസ്സിലായല്ലോ. ക്രിസ്തീയ വിശ്വാസികൾ യേശുക്രിസ്തുവിൽ ശുദ്ധരാണ്. പഴയ നിയമത്തിലെ പുരോഹിതൻ കുഷ്ഠശുദ്ധീകരണ ചടങ്ങ് നടത്തി മനുഷ്യനെ ശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അത് താൽക്കാലികമായിരുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെയാണ് ആ മഹാപുരോഹിതൻ. വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. എബ്രായർ 4:14 മുതൽ 16 വരെയാണ് ഞാൻ വായിച്ചത്. വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7 ഞാൻ വായിച്ചത്. ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. മത്തായി 8:2 മുതൽ 4 വരെയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പ്രതീകങ്ങൾ എന്താണെന്ന് നോക്കാം. യാഗമായി കൊണ്ടുവന്ന 2 പക്ഷികൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നോക്കാം. അത് മരണവും ജീവനുമാണ്. ശുദ്ധീകരണ ചടങ്ങിൽ ഒരു പക്ഷിയെ അറുക്കുകയും മറ്റേ പക്ഷിയെ ജീവനോടെ വിടുകയും ചെയ്യുന്നത് ലേവ്യ 14:4 മുതൽ 7 വരെയാണ്. ഇതിൽ അറുക്കപ്പെട്ട പക്ഷി ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രതിനിധാനം ചെയ്യുകയും വിട്ടയച്ച പക്ഷി ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്നു. അവൻ്റെ മരണത്തിൻ്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായിരുന്നു എങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സദൃശ്യത്തോട് ഏകീഭവിക്കും. റോമർ 6:5 ഞാൻ വായിച്ചത്. ഇനി രക്തവും എണ്ണയും, ഇത് രക്ഷയും ആത്മാവുമാകുന്നു. ശുദ്ധീകരണ ചടങ്ങിൽ കുഷ്ഠശുദ്ധനായവൻ്റെ കാതിലും കയ്യിലും കാലിലും രക്തം തൊടുകയും അതിൻ്റെ ശേഷം എണ്ണ തളിക്കുകയും ചെയ്യുന്നു. ലേവ്യ 14 മുതൽ 18 വരെയാണ് ഞാൻ വായിച്ചത്. രക്തം യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്കുള്ള വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കാണിക്കുന്നു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യൻ
ദൈവസേവനത്തിന് തയ്യാറാക്കപ്പെടുന്നു. വീടുകളിൽ വന്ന കുഷ്ഠത്തെക്കുറിച്ചുള്ള നിയമം 14:33 മുതൽ 57 വരെയുള്ള വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വീടുകളും നമ്മുടെ ബന്ധങ്ങളും പാപം, തിന്മ, അശുദ്ധി എന്നിവയിൽ നിന്ന് ശുദ്ധമായിരിക്കണമെന്നാണ്. ദൈവ സാന്നിധ്യം നിലനിൽക്കുന്ന വീടുകളായിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഒരു ക്രിസ്തീയ വിശ്വാസിയെ പാപം കീഴ്പ്പെടുത്തിയാലും യേശുവിൻ്റെ രക്തം അവനെ ശുദ്ധീകരിച്ച് സമൂഹത്തിലേക്കും ദൈവത്തിലേക്കും തിരിച്ചു കൊണ്ടുവരും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.